ചൈനയ്ക്ക് വലിയൊരു തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യയിൽ നിന്ന്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ടിബറ്റിന്റെ ആത്മീയ ആചാര്യൻ ദലൈലാമ ഇന്ത്യയിലാണ് കഴിഞ്ഞ കുറെ പതിറ്റാണ്ടുകളായിട്ട് ജീവിക്കുന്നത്. ചൈനീസ് അധിനിവേശത്തെ തുടർന്ന് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഒരുപാട് അനുയായികളും ഇന്ത്യയിൽ അഭയം തേടുകയാണ് ഉണ്ടായത്. നമ്മുടെ ഹിമാചൽ പ്രദേശിൽ ധർമ്മശാലയിലാണ് അദ്ദേഹം വസിക്കുന്നത്. അവിടെ ഈ ടിബറ്റിലെ ഒരു പ്രതീകാത്മകമായ ഭരണകൂടമൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുള്ള ഒരു സൗകര്യമൊക്കെ ഇന്ത്യ നൽകിയിട്ടുമുണ്ട്. അപ്പോൾ ടിബറ്റിന്റെ ആത്മീയ ആചാര്യൻ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ തൻ്റെ പിൻഗാമിയെ പ്രഖ്യാപിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് ദലൈലാമയുടെ മരണശേഷം അദ്ദേഹത്തിന് ഒരു പിൻഗാമി ഉണ്ടാകും എന്നാണ് ഇപ്പോൾ അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതോടെ 600 വർഷം പഴക്കമുള്ള ടിബറ്റൻ ബുദ്ധിസത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ആചാരം നിലച്ചു പോകുമെന്നൊരു സാഹചര്യത്തിന് അവസാനമായിരിക്കുന്നു. ഈ ദലൈലാമയോടെ അവസാനിക്കും എന്നുള്ള അഭ്യൂഹങ്ങൾക്ക് വിരാമമായിരിക്കുന്നു. ധർമ്മശാലയിൽ നടക്കുന്ന 100-ലധികം സന്യാസിമാർ പങ്കെടുക്കുന്ന 3 ദിവസത്തെ സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് ദലൈലാമയുടെ സുപ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം. ഈ പ്രഖ്യാപനം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ തന്നെ ചൈനയുടെ പ്രതികരണം ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. കാരണം ദലൈലാമയെയും ടിബറ്റൻ ബുദ്ധിസത്തെയും എന്നും ചൈനയ്ക്ക് ഭയമാണ്. പുതിയ ദലൈലാമയെ ഏകപക്ഷീയമായിട്ട് ഇപ്പോഴത്തെ ദലൈലാമയ്ക്ക് തീരുമാനിക്കാൻ കഴിയില്ല എന്നും അത് തങ്ങൾ കൂടി ചേർന്നിട്ടായിരിക്കും തീരുമാനിക്കുക എന്നുമാണ് ചൈന ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. എന്നാൽ ഇവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം, ദലൈലാമ ഇത് പ്രഖ്യാപിച്ച സമയത്ത് ഈ വിഷയത്തിൽ മറ്റാർക്കും ഇടപെടാൻ അധികാരമില്ല എന്ന് കൂടി വ്യക്തമാക്കി. എന്ന് വെച്ചാൽ ചൈനയെ ഉദ്ദേശിച്ച് തന്നെയാണ് ദലൈലാമ പറഞ്ഞത്, പിൻഗാമിയെ നിശ്ചയിക്കുന്ന കാര്യത്തിൽ മറ്റൊരാൾക്കും ഇടപെടാൻ കഴിയില്ല എന്ന ഒരു വ്യക്തമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അദ്ദേഹം പറഞ്ഞത്. പുതിയ ദലൈലാമയെ തങ്ങളുടെ അധികാരത്തിന് ശേഷമേ പ്രഖ്യാപിക്കാനാവൂ എന്ന നിലപാട് ചൈന തുടരുകയുമാണ്. ഈ 18-ാം നൂറ്റാണ്ടില് ക്വിങ് രാജവംശത്തിലെ ഒരു ചക്രവർത്തി അവതരിപ്പിച്ച ഒരു രീതിയാണ് ഇതിനൊരു കാരണമായിട്ട് ചൈന പറയുന്നത്. ദലൈലാമ, പഞ്ചൻ ലാമ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ബുദ്ധമത വ്യക്തിത്വങ്ങൾ അവരുടെ പുനരവതാരം നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കണമെന്നാണ് ഈ ചൈനയുടെ ഒരു വാദം. കേന്ദ്ര സർക്കാർ അത് അംഗീകരിക്കുകയും വേണം. 18-ാം നൂറ്റാണ്ടിലെ ക്വിങ് രാജവംശത്തിലെ ഒരു രാജാവ് പറഞ്ഞ രീതിയാണ് ഇപ്പൊ ചൈന ഈ ഒരു വാദത്തിനായിട്ട് കൂട്ടുപിടിക്കുന്നത്. ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാവോ നിങ് ഈ കാര്യം വ്യക്തമാക്കുകയും ഇപ്പൊ ചെയ്തിരിക്കുകയാണ്. ദലൈലാമയുടെ പ്രഖ്യാപനം ചൈനയെ വല്ലാതെ പൊള്ളിച്ചിട്ടുണ്ട് എന്നാണ് ഈ കാര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ചൈനീസ് സർക്കാർ മതസ്വാതന്ത്ര്യ നയം നടപ്പാക്കുന്നുണ്ട്, മതകാര്യങ്ങളിൽ നിയന്ത്രണങ്ങളും എന്നാലുണ്ട്. കൂടാതെ ടിബറ്റൻ ബുദ്ധന്മാരുടെ പുനരവതാരം കൈകാര്യം ചെയ്യുന്നതിനുള്ള രീതികളുണ്ടെന്നുമാണ് ചൈനയുടെ വാദം. എന്നാൽ ദലൈലാമയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇത് വകവയ്ക്കുമെന്ന് തോന്നുന്നില്ല. ഈ ഞായറാഴ്ച 90-ാം ജന്മദിനം ആഘോഷിക്കുന്ന വേളയിലാണ് പിൻഗാമിയെ സംബന്ധിച്ചുള്ള ഒരു പ്രഖ്യാപനം വരുന്നത്. ടിബറ്റൻ കലണ്ടർ അനുസരിച്ച് ദലൈലാമയുടെ ജന്മദിനമായ ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ തന്നെ ആഘോഷങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ 7000-ലധികം അതിഥികളാണ് ആഘോഷങ്ങളിൽ പങ്കെടുക്കുക എന്നാണ് സൂചന. എന്തായാലും ഇന്ത്യയിൽ തന്നെ ആയിരിക്കും ദലൈലാമയുടെ പിൻഗാമിയും എന്നൊരു സൂചന ഇത് നൽകുന്നുണ്ട്. കാരണം ചൈനയിലാണ് പിൻഗാമിയെങ്കിൽ, ചൈന എന്ന് പറയുമ്പോൾ ടിബറ്റിലാണ് പിൻഗാമിയെങ്കിൽ ചൈനീസ് ഭരണകൂടം അദ്ദേഹത്തെ വേട്ടയാടുമെന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ ദലൈലാമയുടെ പിൻഗാമി പിറക്കാൻ പോകുന്നത് മിക്കവാറും ഇന്ത്യയിലായിരിക്കും. ഇന്ത്യയിൽ നിന്ന് തന്നെ, അതായത് ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയിൽ നിന്ന് തന്നെ ആയിരിക്കും ആ ഒരു പിൻഗാമി ഉണ്ടാകാൻ സാധ്യത എന്നാണ് സൂചന. അതല്ലെങ്കിൽ ടിബറ്റിലാണ് ആ ഒരു കുഞ്ഞ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ആ ഒരു അടുത്ത ദലൈലാമ ജന്മം കൊള്ളുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ കുഞ്ഞിനും ഇന്ത്യയിലേക്ക് ചിലപ്പോൾ വരേണ്ടി വന്നേക്കാം. ചൈനീസ് ഭരണകൂടം ഒരിക്കലും സുഗമമായി അദ്ദേഹത്തെ അവിടെ കഴിയാൻ അനുവദിക്കുകയില്ല. ഇപ്പോഴത്തെ ദലൈലാമ മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു പ്രതീകാത്മകമായ ഭരണകൂടം നമ്മുടെ ഇന്ത്യയിലുണ്ട്. അവർക്ക് ഭരണാധികാരിയുണ്ട്, ഒരു പാർലമെന്റ് ഉണ്ട്. പാർലമെന്റ് ഓഫ് ദ സെൻട്രൽ ടിബറ്റൻ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു കെട്ടിടം ഉൾപ്പെടെ ഇന്ത്യയിലെ ടിബറ്റൻ ഭരണകൂടത്തിനുണ്ട്. ധർമ്മശാലയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ തന്നെ സ്വാഭാവികമായിട്ടും ഈ ഒരു ദലൈലാമയുടെ തീരുമാനത്തിന് ഒപ്പമേ നിൽക്കൂ. ചൈനയ്ക്കൊരിക്കലും ടിബറ്റൻ ബുദ്ധിസത്തിന്റെ കടിഞ്ഞാൺ കൈമാറാൻ ദലൈലാമയും ഈ അവിടെ നിന്ന് ഇന്ത്യയിൽ അഭയം തേടിയിരിക്കുന്ന ബുദ്ധ സന്യാസിമാരും ബുദ്ധന്മാരും അല്ലെങ്കിൽ ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളും അനുവദിക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. ഇത് വലിയ തിരിച്ചടിയാണ് ചൈനയ്ക്ക് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് മാത്രമല്ല, ടിബറ്റൻ വിഷയം ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പുകഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.